ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയതിലാണ് രക്ഷിതാക്കളുടെ പ്രതിഷേധം. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ വലിയ ബഹളം ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 9, 10 ക്ലാസ്സുകളിൽ ഇവിടെ CBSE ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് CBSE ഡിവിഷനുകൾ പൂർണ്ണമായും നിർത്തലാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. 5 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വയബിൾ അല്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ വാദം. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം രക്ഷിതാക്കളെ അറിയിച്ചില്ല. അവസാന നിമിഷം മാത്രമാണ് ഇത്തരത്തിൽ ഡിവിഷൻ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരം രക്ഷിതാക്കളെ അറിയിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കുട്ടികൾ എത്തുന്ന സമയത്ത് മാത്രമാണോ ഈ കാര്യം അറിഞ്ഞത്? ഇവിടെ ചോദ്യം ഇന്ന് മാത്രമാണോ? ഇന്നല്ല, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം രക്ഷിതാക്കളെ അറിയിച്ചത് എന്നുള്ളതാണ്. സംഘർഷം രൂക്ഷമാവുന്നതാണ് നമ്മൾ കാണുന്നത്. രക്ഷിതാക്കൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത്. ഒപ്പം പോലീസിന്റെ സംരക്ഷണത്തിനായി കണ്ടാകുമാരെ പൈസ മേടിച്ച് ഇവിടെ വന്നിരുന്നോണ്ട് സർക്കാർ ഇല്ലാതാക്കിയത്. കാലഘട്ടത്തില് സർക്കാർ സ്കൂളുകൾ ഇല്ലാതാക്കിയ പറയായിരുന്നു യൂത്ത് കോൺഗ്രസും അവന്മാർ നമ്മളടുത്ത് പറഞ്ഞോളൂ. ചർച്ച സംസ്ഥാന സെക്രട്ടറി KSUവിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി. ഞാൻ ഈ അടിമാലി ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. ഞങ്ങൾ നിലവാരം പഠിപ്പിക്കാൻ മേഡം സ്കൂളിൽ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? കുട്ടികളുണ്ടാവണം. എത്ര? 3 ഡിവിഷന്റെ കുട്ടികൾ ഉണ്ടാവണം അല്ലേ? 96 കുട്ടികൾ വേണം. ഈ മെയ് 31 വരെ 96 കുട്ടികൾക്ക് വരെ 80 കുട്ടികളാണുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 ഡിവിഷൻ നിലനിർത്തണമെങ്കിൽ ഈ HM കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ലല്ലോ. 70 കുട്ടികളെ ഒറ്റ ക്ലാസ്സിലാക്കി പഠിപ്പിക്കൽ സാധിക്കില്ലല്ലോ. പോംവഴി എന്താണ്? കുട്ടികൾ വരിക എന്നുള്ളതാണ്. കുട്ടികൾ വന്നാൽ മാത്രമാണ് 3 ഡിവിഷൻ വരിക. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് എങ്കിൽ മനസ്സിലായോ? സംഗതി ക്ലിയർ ആയോ? ഈ കുട്ടികളെ നിങ്ങൾ ഡിവിഷൻ ഇപ്പൊ ഞങ്ങൾ മിനിറ്റ്സിന്റെ കോപ്പി കാണിച്ചായിരുന്നല്ലോ. മേഡം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് കണ്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഈ കുട്ടികളുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ അനുമാനം അനുസരിച്ച് 13 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. 3 പേര് TC മേടിച്ച് പോയി. നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് TC മേടിച്ചു പറയുന്നത്. അതിനുശേഷം ഇവർക്ക് ബാക്കിയുള്ളവർക്ക് പോകാൻ ഒരു സാഹചര്യം ഇല്ലാത്തവരാ ഈ അടിമാലി ഗവൺമെന്റ് സ്കൂളിലെ എന്തേലും സാഹചര്യം ചെറിയ അരി മേടിച്ച് കുറച്ച് പൈസയിൽ മിച്ചോണ്ട് മാതാപിതാക്കൾ അവരെ പൈസ കൊടുത്തോ മറ്റു സ്കൂളുകളിൽ ചേർക്കാൻ പറ്റുന്നവരായിരിക്കും. പക്ഷെ ഇവരെ കൊണ്ട് അത് സാധിക്കാത്തവരാ. അവർ പുറത്തു നിൽക്കുക. നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇനി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. ഈ തലേ ദിവസം വന്നിട്ട് കുട്ടികളെ വേറെ ഏതെങ്കിലും സ്കൂളിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞ് ഏത് സ്കൂളുകാരെ അഡ്മിഷൻ കൊടുക്കും? നിങ്ങൾ മറുപടി പറയും. എന്നാൽ ഞങ്ങളോട് തന്നിട്ട് പോവാം. മറുപടി വരാം. ആ കാര്യത്തിന് മാത്രം മറുപടി കിട്ടിയാൽ മതി. ഞങ്ങൾ അടിമാലി ഗവൺമെന്റ്
ഹൈസ്കൂളിലാണ് സംഭവം. രക്ഷിതാക്കളുടെ പ്രതിഷേധമാണ്. ഇടയിൽ രാഷ്ട്രീയം പറയുന്നതും കേൾക്കാം. പ്രതിഷേധം കടുക്കുകയാണ്. അധ്യാപകരും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കുതർക്കമാകുന്നു. സുരക്ഷയ്ക്കായി പോലീസ് ഉണ്ട്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കൾ ഇപ്പോൾ അധ്യാപകരോട് തർക്കത്തിൽ ഏർപ്പെടുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രതിഷേധം.